വികാരം ഉണ്ടാവില്ല. ഞാൻ പറയുന്ന അറിയോ, ചാമക്കാലനെ പോലെ ഒരാൾ പത്തനംതിട്ടയിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെന്താണ് പത്രാപുരത്ത് നിന്ന് അവിടെ പോയി സമരം നടത്തുമ്പോൾ അത് രാഷ്ട്രീയ സമരമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അതിനനുസരിച്ച് അവർ പ്രതികരിക്കും. അങ്ങനെ ഒരു സമരം നടത്തിയാൽ അതിനനുസരിച്ച് അവർ പ്രതികരിക്കും. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പ്രതിപക്ഷം എന്ന് പറയുന്ന സാധനം ഈ അനന്ത് മരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സമരം ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാരെ പുലി പിടിച്ചപ്പോഴും കടുക് പിടിച്ച് ആന ചവിട്ടിക്കൊന്നപ്പോഴൊന്നും കണ്ടില്ലല്ലോ. എവിടെ സമരം നടത്താത്തത്? എവിടെ ഒരു മലയോര ജാഥ നടത്തിയിട്ടാണ് ഞങ്ങൾ വലിയ ആന എന്താണ് കടന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സാധനം ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് ഈ മലയോര ജാഥ മാത്രമാണ് ഈ കഴിഞ്ഞ 9 വർഷമായിട്ട് കോൺഗ്രസ് നടത്തിയത്. 9 വർഷമായിട്ട് UDF നടത്തിയ ഏക പരിപാടിയാണ് ഞാൻ പറയുന്നത്. ഈ 2 മാസം മുന്നേ ഇതേ കേസിന് ഇതേപോലെ തന്നെ ഒരു മനുഷ്യൻ അവിടെ ഈ ഷോക്കടിച്ച് മരിച്ചല്ലോ. എന്തേ സമരം നടത്താതെ പോയത്? വയനാട്ടിൽ പിന്നെ ഒരു എത്ര മനുഷ്യന്മാരെ കടുവ് പിടിച്ചു വന്നു. എന്തേ സമരം നടത്താതെ പോയത്? എന്തുകൊണ്ട് ഈ 484 പഞ്ചായത്തുകൾ സമരം നടത്തിയില്ല? കോൺഗ്രസ് എന്തേ നേതൃത്വം കൊടുത്തില്ല? ഇതൊന്നും നമ്മൾ പറയും. ഇപ്പൊ എന്ന് പറയുന്നത് എന്തറിയോ, ഞാൻ ഇന്ന് VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇലക്ഷൻ ജയിക്കണമെങ്കിൽ മത്സരിച്ച് ജയിക്കണമെന്ന് പറ. മത്സരിച്ച് ജയിക്കാൻ എനിക്കും തന്നെ പറയാനുള്ളത്. നിങ്ങൾ ചെയ്യണത് ഇന്നലെ രാത്രിയല്ല. ഇന്നലെ രാത്രി അവിടെ കിടന്ന് ഞാൻ പറയുന്നത് വികാരം ഇല്ലാത്തതുകൊണ്ടല്ല. ഒരു മനുഷ്യൻ ഒരു കുട്ടി മരിക്കും, വികാരം ഉണ്ടാവില്ല. ഞാൻ പറയുന്ന അറിയോ, ചാമക്കാലനെ പോലെ ഒരാൾ പത്തനംതിട്ടയിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെന്താണ് പത്രാപുരത്ത് നിന്ന് അവിടെ പോയി സമരം നടത്തുമ്പോൾ അത് രാഷ്ട്രീയ സമരമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. അതിനനുസരിച്ച് അവർ പ്രതികരിക്കും. അങ്ങനെ ഒരു സമരം നടത്തിയാൽ അതിനനുസരിച്ച് അവർ പ്രതികരിക്കും. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്താണെന്ന് അവിടെ സമരം നടത്തണം. എല്ലാത്തിനും സമരം നടത്തണം. ഞാൻ പറയും, ഇന്നലെ മാത്രം സമരം പൊട്ടിപ്പോഴപ്പെട്ട പോരാ. ഇന്നലെ മാത്രം അവിടെ ഈ പറഞ്ഞ ആര്യ മുഹമ്മദിന് അവിടെ പോയപ്പോൾ അതിന് മുൻപ് മരിച്ചപ്പോൾ അവിടെ ആന ചവിട്ടി കൊന്നപ്പോൾ പോയില്ലല്ലോ.